ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ന് മനസ്സിനെ വിഷമിപ്പിച്ച ഒരു വാർത്തയാണ്. അതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇപ്പോൾ SLC എക്സാമും അതേപോലെ +2 എക്സാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു വാർത്ത കേൾക്കാനിടയായി. ദർശൻ എന്ന് പറയുന്ന +2 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ശരിക്കും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. കാരണം എന്താണെന്നറിയോ, നല്ല പഠിക്കുന്ന കുട്ടി, എല്ലാറ്റിലും ഫുൾ A+. 10ാം ക്ലാസ്സിനാണെങ്കിലും അതേപോലെ +2 നടന്ന എക്സാമിലൊക്കെ എല്ലാറ്റിലും ഫുൾ മാർക്കാണ്. പക്ഷേ ആ കുട്ടിയാണ് ഇങ്ങനെ ഒരു സാഹസം ചെയ്തതെന്ന് പറയേണ്ടി വരും. അവസാനം ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരു കുറിപ്പും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതിലാണെങ്കിൽ വീട്ടുകാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ടുമില്ല. എല്ലാവരും ഈ കുട്ടിക്ക് നല്ല സപ്പോർട്ടാണ്. പക്ഷേ 2 റിവിഷൻ കഴിഞ്ഞു. ഈ 2 റിവിഷനിലും കഴിഞ്ഞിട്ട് ആൾക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പഠിച്ച കാര്യം ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ ആ ഒരു ഇതിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുട്ടികളോടാണ് കേട്ടോ. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഈ ആത്മഹത്യ ചെയ്തു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നഷ്ടമാർക്കാണ്? ഈ കുട്ടിയുടെ വീട്ടുകാർക്ക്. ഈ കുട്ടി ഇങ്ങനെ ചെയ്തിട്ട് പോയി, അവർക്ക് ആ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റുമോ? ആ കുട്ടിയുടെ മാർക്സ് കാര്യങ്ങൾ അതൊക്കെ ആ വീട്ടുകാർക്ക് അറിയാമല്ലോ. പക്ഷേ ചില പാരൻസ് ഉണ്ടാവും എങ്ങനെയുള്ളതാ, മക്കളെ ഇങ്ങനെ പുഷ് ചെയ്യുക, അങ്ങനെ പഠിക്കുക ഇങ്ങനെ പഠിക്കുക, അവനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഇത്രയാണ്, അതിനേക്കാളും കൂടുതൽ നിനക്ക് കിട്ടണം എന്ന് പറഞ്ഞ് മക്കളെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന പാരൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാരൻസ് ആണെങ്കിൽ മക്കൾക്ക് കൂടുതൽ ടെൻഷൻസും കാര്യങ്ങളും വരും. അങ്ങനെ ആത്മഹത്യ ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ കുട്ടിയാണെങ്കിൽ നല്ല പഠിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിക്ക് മനസ്സിനകത്തൊരു പക്ഷേ പിടിച്ച് നിൽക്കാൻ പറ്റിക്കാണില്ല. കാരണം അവസാനം ആകുമ്പോഴേക്കും ആൾക്ക് വിചാരിച്ച സ്കോർ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു ഇതിലായിരിക്കാം ആൾ ആത്മഹത്യ ചെയ്തത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പാരൻസിനോടും കൂടി പറയാണ്ട്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. ചില പാരൻസ് മക്കളെ അങ്ങ് കുത്തി പേടിപ്പിച്ച് ഇങ്ങനെ പഠിപ്പിക്കുക. എന്തിനു വേണ്ടി? ഈ SLCയും +2 വരുന്ന സമയത്താണ് ഇവർ കൂടുതലങ്ങ് നീ പഠിച്ചതാവണം ഇതാവണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് കാണാം. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ പഠിക്കണം എന്ന് പറയും, നിർബന്ധിക്കില്ല, കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അവർ ഓക്കെ ആണെങ്കിൽ അവർ ഇരുന്ന് പഠിക്കും. അല്ലാതെ നമ്മൾ പുഷ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി പഠിക്കുന്നത് പോലെയാണ്. അവർക്ക് സ്വയം തോന്നിയിട്ട് പഠിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ അവരെ ഇങ്ങനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവർക്ക് തോന്നും, ഒരു +2 കഴിയുമ്പോഴായിരിക്കും അവർക്കത് തോന്നുക, ഞാനങ്ങ് മെച്ചൂർഡായി, എനിക്ക് എന്ത് വേണം അല്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നാം. അല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുപോയി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ ഈ ഒരു വാക്ക്, ഞാൻ പറയുന്നൊരു കാര്യങ്ങൾ, ഞാനൊരു പാരൻ്റാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോനും 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആളോട് പറയും, നിനക്ക് പറ്റുന്നത് പഠിച്ചാൽ മതി. ഇങ്ങനെ കുത്തിയിരുന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ പറയും, കാരണം നമ്മൾ ഈ പഠിച്ചതൊന്നും അവസാനം നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ വരുന്നില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇതൊന്നും അവിടെ കാണുന്നില്ല, അല്ലേ? പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ മോൻ പറയും, എനിക്ക് മാർക്ക് വാങ്ങണം, ഞാൻ പഠിക്കേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഓപ്പോസിറ്റാണ് പറയാം, കൂടുതലൊന്നും ഇരുന്ന് പഠിക്കേണ്ട, നിനക്ക് പറ്റുന്നത് നീ ചെയ്താൽ മതി. അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വേണ്ടി, അല്ലേ? അത് അവന് തോന്നിക്കഴിഞ്ഞാലേ അവിടെ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ള ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി A+ഉം എല്ലാം ഫുൾ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മളെ കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരുത്തി പേടിപ്പിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവർ സ്വയം അറിഞ്ഞു പഠിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അവിടെ ഒരു ഒരു റിസൾട്ട് വരുന്നത്. അല്ലാതെ പാരൻസിന് വേണ്ടി പഠിക്കുമ്പോൾ അവർക്ക് ഈ പാരൻസിനോട് ദേഷ്യം വരികയും ചെയ്യും. അവർക്ക് ആ പാരൻസിനെ ഒരിക്കലും ഇഷ്ടപ്പെടാനും പറ്റില്ല. കാരണം അവരുടെ ഒരു പ്രായം എന്ന് പറയുന്നത് ആ ഒരു പ്രായമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പാരൻസിനോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ കുട്ടികളെ പുഷ് ചെയ്ത് പഠിപ്പിക്കരുത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിൻ്റെ ഭാവിയാണ്, നിനക്കാണ് വലുത്, നിനക്കാണ് എല്ലാം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നീ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഇനി വരുന്ന ഫ്യൂച്ചർ, അല്ലേ, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ നീ നല്ല രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരിക്കലും അവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യരുത്. അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് വിടുക. പഠിക്കുന്ന കാര്യത്തിൽ, മറ്റുള്ള കാര്യങ്ങളിൽ എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ നല്ല വഴിക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും ചെയ്യും. പിന്നെ മാർക്ക് കിട്ടിയില്ലെന്ന് വെച്ചാൽ ഒന്നും ആവാനില്ല, പിന്നെയും നമുക്ക് ട്രൈ ചെയ്യാം, അല്ലേ? ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്.
പക്ഷേ ഇതുപോലെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ആ കുട്ടിക്ക് അത്രയും ധൈര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ പറ്റുവാണെങ്കിൽ പാരൻസിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.